അബൂ ഉബൈദ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. പിതാവിൻ്റെ പിതാവാണ് ജറാഹ്. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ്, ഉസ്മാൻ ബിൻ മദ്ഊൻ, ഉബൈദത്ത് ബിനുൽ ഹാരിസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബൂ സലമത്ത് ബിനുൽ അസദ്, അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ്. ഈ പറഞ്ഞ ആൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് ആരംഭിക്കുന്ന സമയത്ത്, പ്രവാചകത്വത്തിൻ്റെ തുടക്കത്തിൽ നബിയെ കാണാൻ വേണ്ടി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുത്തു. ആ സമയത്ത് തന്നെ ഈ പറയപ്പെട്ട എല്ലാവരും ഒരുമിച്ച് തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ദീനിനെക്കുറിച്ച് അന്വേഷിച്ച്, ഒരു സംഘമായി പോയി അന്വേഷിച്ച് മനസ്സിലാക്കി അവിടെ നിന്ന് തന്നെ ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അബസീനയിലേക്കുള്ള ഹിജ്റയുടെ സംഘത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരനാക്കി ചേർത്ത് കൊടുത്തത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അൻസാറുകളിൽപ്പെട്ട ഔസ് ഗോത്രത്തിൻ്റെ നേതാവാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെയാണ് കൂട്ടുകാരനാക്കി കൊടുത്തത്. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബ്ദുള്ള ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ എതിർചേരിയിൽ അബ്ദുള്ള ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും രണ്ട് സംഘത്തിലാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മുസ്ലിം പക്ഷത്തും പിതാവ് ഖുറൈശികളുടെ പക്ഷത്തുമാണുള്ളത്. യുദ്ധം നടക്കുന്ന സമയത്ത് പിതാവ് അബൂ ഉബൈദയുടെ നേരെ പല പ്രാവശ്യം വാളുമായി വന്നു. അബൂ ഉബൈദ മാറി മാറി നിന്നു. പിതാവിൻ്റെ അടുക്കൽ നിന്നും പിതാവിൻ്റെ കണ്ണിൽപ്പെടാതെ മാറി നിന്നു. അവസാനം അദ്ദേഹം വിടാതെ മകൻ്റെ പിറകെ തന്നെ കൂടി. മകനെ കൊല ചെയ്യാൻ വേണ്ടിയുള്ള നിർബന്ധത്തിൽ പിതാവ് യുദ്ധത്തിൽ മുഴുവൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകെ കൂടുകയായിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ പിതാവുമായി അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നു. അങ്ങനെ പിതാവ് ആ യുദ്ധത്തിൽ ശത്രുക്കളുടെ പക്ഷത്ത് കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ആ സമയത്താണ് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും ബിറൂഹിൻ മിൻഹു വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് തുടങ്ങുന്ന സൂറത്ത് മുജാദിലയിലെ 22-ാമത്തെ ആയത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. വിശ്വാസം ശരിയായ നിലയിൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയതിനു ശേഷം ആര് അതിന് എതിരെ നിന്നാലും ആ എതിർപ്പുകളെ അവരെത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ലൗകികമായ ബന്ധങ്ങളിൽ ഉപരിയായി ദീനിയായ വിശ്വാസത്തിന് മുൻഗണന നൽകുന്ന സഹാബാക്കളുടെ പൊതുവായ ഗുണങ്ങളെ സംബന്ധിച്ച് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. പിതാവ് നേരെ വരുമ്പോഴും പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ട് ഗത്യന്തരമില്ലാതെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് പിതാവുമായി നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹം ഈ തരത്തിലെടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് ഈ ആയത്തിൽ വളരെ മഹത്വപ്പെടുത്തി സംസാരിക്കുന്നുമുണ്ട്. അഥവാ വിശ്വാസമാണ് ഏറ്റവും അടിസ്ഥാനപരമായത്. അത് സ്വന്തം ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും വിശ്വാസത്തിന് എതിരായി കൽപ്പനകൾ നടത്തിയാൽ അല്ലെങ്കിൽ അവർ നിർബന്ധങ്ങൾ പുലർത്തിയാൽ, സഅദ് റളിയല്ലാഹുവിൻ്റെ സംഭവത്തിലൊക്കെ നമ്മൾ പറഞ്ഞു, അള്ളാഹുവുമായുള്ള ബന്ധമാണ് ഒരു മനുഷ്യനെ, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ബന്ധം. അള്ളാഹുവിന് ഷിർക്ക് ചെയ്യണം എന്നുള്ള നിർബന്ധം ഉപ്പയുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതും സ്വീകരിക്കേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നാൽ അവരോട് ബാക്കി കാര്യങ്ങളിൽ സൗഹൃദപൂർവ്വം, സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം ഇടപെടണമെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. പക്ഷേ ഇവിടെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുറിവേൽക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കുഴിയിൽ വീണതും മുറിവേറ്റതും
അങ്ങനെ നബിയുടെ കവിളിൻ്റെ ഭാഗത്ത് പടയങ്കിയുടെ 1-2 വളയങ്ങൾ തറച്ച് കയറിയ സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരവസ്ഥ കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നബിയുടെ ഭാഗത്തേക്ക് ഓടി അടുക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് തറച്ചു കയറിയ ആ വളയങ്ങൾ പറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിപ്പോയി. ആ സമയത്ത് ഇൻസാനുൻ ഖദ് അഖ്ബല മിൻ ഖിബലിൽ മശ്രിഖി യതീറു തൈറാനൻ, ഒരു മനുഷ്യൻ പറന്നു വരുന്നത് പോലെ വരുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഫഖുൽതു അല്ലാഹുമ്മ ജഅൽഹു തആഅതൻ, അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ വേണ്ടി ഈ പറന്നു പോകുന്ന ആ പോക്കിനെ നീ ഒരു വലിയ പുണ്യമായ കർമ്മമായി സ്വീകരിക്കണേ എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ വരവ് കണ്ടപ്പോൾ പ്രാർത്ഥിച്ചു പോയി, ദുആ ചെയ്തു പോയി. അങ്ങനെ ഒരു വരവാണ് അദ്ദേഹം വന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചിട്ട് അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്അലുക ബില്ലാഹി യാ അബൂബക്കർ ഇല്ലാ തറക്തനി ഫാൻസിഉഹു മിൻ വജനത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അബൂബക്കറെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്, അത് നിങ്ങളെനിക്ക് അനുവദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ തുളച്ചു കയറിയ ആ വളയങ്ങൾ പറിച്ചെടുക്കാനുള്ള അവസരം എനിക്ക് തന്നെ തരണം. അതിനെനിക്ക് അവസരം തന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് എന്നോട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫതറക്തുഹു, ഞാൻ അദ്ദേഹത്തിന് ആ അവസരം വിട്ടുകൊടുത്തു. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് തറച്ചു കയറിയ ആ വളയത്തിൽ, ഇരുമ്പിൻ്റെ ആ സാധനത്തിൽ കടിച്ചു പിടിച്ചു. ശക്തമായി ഒന്ന് വലിച്ചപ്പോൾ അത് പറഞ്ഞു വരികയും ഒപ്പം അബൂ ഉബൈദയുടെ ആ പല്ലും കൂടെ പറഞ്ഞു താഴെ വീണു. ഒരു വളയവും കൂടെ നബിയുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അടുത്ത പല്ല് ചേർത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരൊറ്റ വലിക്കുമ്പോൾ അന്നേരം അടുത്ത പല്ലും പറഞ്ഞു വീഴുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്നും ആ വളയം പറഞ്ഞു വീഴുകയും ചെയ്തു. അങ്ങനെ ഒരു പല്ലും വീണ്ടും അടുത്ത പല്ല്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന വേദനകളും മുറിവുകളും അസഹ്യമായി അനുഭവപ്പെട്ട അവർ ശരീരത്തിൻ്റെ എന്തും നഷ്ടപ്പെടുത്തിയിട്ട് അത് പറിച്ചു മാറ്റാൻ ശ്രമിച്ചു. അവിടെയും മത്സരമാണ് നമ്മൾ കാണുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാ നന്മകളിലും ആദ്യം ഓടിയെത്തുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെയും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മുമ്പിൽ അതിവേഗത്തിൽ ഓടി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടെ എത്തുകയും നിർബന്ധപൂർവ്വം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ആ അവസരം ചോദിച്ചു വാങ്ങി ആ മഹത്തായ കർമ്മം അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തോടുകൂടി വലിയ ഒരു സൈനികമായ ഉത്തരവാദിത്വമാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കപ്പെട്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനാണ് റോമിനെതിരെ നടന്ന സൈനികമായ നീക്കങ്ങളുടെ എല്ലാം നേതൃത്വം ഏൽപ്പിച്ചിരുന്നത്. ആ സമയത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അസാധാരണമായ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ ധീരതയും അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളെ നയിക്കാനുള്ള മികവുമെല്ലാം കണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ അദ്ദേഹത്തോട് ഒരു വീരാരാധന രൂപപ്പെടുന്നുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് തോന്നിയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഖാലിദിനെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റിയിട്ട് അബൂ ഉബൈദയെ അത് ഏൽപ്പിക്കണം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഊരിയ വാളാണത്. ഖാലിദിന് സൈഫും മിൻ സുയൂഫില്ല, അള്ളാഹുവിൻ്റെ ഒരു ഖഡ്ഗമാണ് എന്ന മഹത്തായ പേര് നൽകിയത് അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹുവിൻ്റെ റസൂല് പുറത്തെടുത്ത ആ വാളിനെ ഞാനായിട്ട് ഉറയിലേക്ക് ഇടുകയില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് അവസാനിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായ വിവരം തന്നെ മുസ്ലിമീങ്ങൾ അതിൻ്റെ ഒപ്പം വന്ന മറ്റൊരു വാർത്തയാണ് അബൂ ഉബൈദയെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനത്തേക്ക് നിയോഗിച്ചതായിട്ട്. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് പിന്നീട് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ദീർഘമായ സൈനികമായ നീക്കങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാളും കൂടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു.
ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു ഷാമിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യം വലിയ ഒരു പ്രതിസന്ധിയിലാണ് എന്നും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും വലിയ നാശനഷ്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് എന്നും അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി. ആ കത്തിൽ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്: ഫഇന്നഹു മാ നസല ബിഅബ്ദിൻ മുഅ്മിനിൻ ഷിദ്ദത്തുൻ. ഒരു മുഅ്മിനായ മനുഷ്യന് എന്തെങ്കിലും പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായെങ്കിൽ ഇല്ലാ ജഅലല്ലാഹു ബഅദഹാ ഫറജൻ, അള്ളാഹു അതിന് ഉടനെ തന്നെ ഒരു ആശ്വാസം നൽകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ ആ പ്രതിസന്ധിയിൽ, വിഷമത്തിൽ നിങ്ങൾ തളരരുത്. ഉടനെ തന്നെ ആശ്വാസത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ തുടരണം. ഇന്നഹു ലാ യഗ്രിബു ഉസ്റുൻ യുസ്റൈനി എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന ആയത്തും ഉമർ റളിയല്ലാഹു അൻഹു ആ കത്തിനോടൊപ്പം ചേർത്തിരുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആ കത്ത് വായിച്ചു. അതിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരു മറുപടി ഇങ്ങനെ എഴുതി: അമ്മാ ബഅദ് ഫഇന്നല്ലാഹ യഖൂൽ, അള്ളാഹു പറയുന്നുണ്ടല്ലോ, യഅലമു അന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ വലഹുവൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതു. ഈ ലൗകിക ജീവിതം എന്ന് പറയുന്നത് കുറേ മനുഷ്യൻ്റെ കളിയും തമാശയും നേരം പോക്കും, അവൻ്റെ ദുരഭിമാനങ്ങളും അവൻ്റെ മത്സരങ്ങളും, ഇങ്ങനെയൊക്കെയാണ് ഈ ലോകമെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ ലൗകികമായ ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങളെയൊന്നും നമ്മൾ ഒരു വലിയ കാര്യമായി കണക്കാക്കുന്നില്ല എന്ന ഒരു ആയത്ത് മാത്രം മറുപടിയായി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തിരിച്ചയച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഈ കത്ത് കിട്ടിയപ്പോൾ അതുമായി സഹാബാക്കളുടെ ഇടയിലേക്ക് വന്നു. എന്നിട്ട് മിമ്പറിൽ കയറി നിന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അയച്ച മറുപടി കത്ത് വായിച്ചു. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്നുകൊണ്ട് പറഞ്ഞു: യാ അഹ്ലൽ മദീന, മദീനക്കാരെ, ഇന്നമാ യുഅർരിദു ബികും അബൂ ഉബൈദ ഔ ബി, എന്നെയും നിങ്ങളെയും എല്ലാം അബൂ ഉബൈദ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ ത്യാഗങ്ങൾ സഹിക്കാനും അടിയുറച്ചു നിൽക്കാനും പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇർഗബു ഫിൽ ജിഹാദി, ധർമ്മസമരങ്ങൾ ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ അതിന് മുന്നണിയിലുണ്ടാകണം എന്നാണ് അബൂ ഉബൈദ കത്തുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അബൂ ഉബൈദയുടെ കത്തിൻ്റെ ആശയത്തെ ഈ അർത്ഥത്തിൽ ഉൾക്കൊള്ളണമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ അമീറായി തീരുമാനിച്ചുകൊണ്ടും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ സൈന്യത്തിൻ്റെ നേതാവായി തീരുമാനിച്ചുകൊണ്ടും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കത്ത് വരികയുണ്ടായി. ആ സമയത്ത് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഉല്ലിയ അലൈക്കും അമീനു ഹാദിഹിൽ ഉമ്മ, ഞാൻ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അഥവാ എന്നെ അമീറുൽ മുഅ്മിനീൻ മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ആ സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ ഉമർ റളിയല്ലാഹു അൻഹു പകരം നിശ്ചയിച്ചിട്ടുള്ളത് അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിൻ്റെ വിശ്വസൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അബൂ ഉബൈദയാണ് പകരം വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിൽ വെച്ച് തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു: സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ഖാലിദൻ ലസൈഫുൻ മിൻ സുയൂഫില്ല, ഖാലിദ് അള്ളാഹുവിൻ്റെ വാളുകളിൽ ഒരു വാളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദിനെ വിശേഷിപ്പിച്ചത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ തനിക്ക് ഖാലിദ് റളിയല്ലാഹു അൻഹു നൽകിയ അംഗീകാരം, അതേപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറ്റൊരു വചനം തിരിച്ചു പറഞ്ഞുകൊണ്ട് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഖാലിദിൻ്റെ മഹത്വവും റളിയല്ലാഹു അൻഹു ആ സ്ഥലത്ത് വെച്ച് പറയുകയുണ്ടായി. നജ്റാനിൽ നിന്നും ഒരു സംഘം ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു: ഖാലു ഇബ്അത്ത് ലനാ റജുലൻ അമീനൻ, വിശ്വസ്തനായ ഒരാളെ ഞങ്ങളുടെ നാട്ടിലേക്ക് അയച്ചു തരണം, ഞങ്ങൾക്ക് ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാം ഉതകുന്ന ഒരു വിശ്വസ്തനായ ഒരാളെ ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഫഖാല ലാ ബഅസന്ന ഇലൈക്കും റജുലൻ അമീനൻ ഹഖ അമീനിൻ, വിശ്വസ്തനെന്ന് പറയുമ്പോൾ വെറും പേരിന് വിശ്വസ്തനല്ല, ശരിക്കും വിശ്വസ്തനായ ഒരാളെ തന്നെ ഞാൻ നിങ്ങളോടൊപ്പം നാളെ അയച്ചു തരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫസ്തഷ്റഫ ലഹുന്നാസു, അപ്പോൾ എല്ലാവർക്കും ആകാംക്ഷയായി, ആരായിരിക്കും അത്? വെറും വിശ്വസ്തനല്ല. എൻ്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ എഴുതുന്നുണ്ട്, സഹാബാക്കളെല്ലാം വിശ്വസ്തരാണ്, അതിൽ ഒരാളെ വേറൊരാളെക്കാൾ മഹത്വപ്പെടുത്തി പറയാനില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന അർത്ഥത്തിലാണ്
ആ വ്യക്തിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആരായിരിക്കുമെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ വിശ്വസ്തനായി കണ്ടെത്തിയത് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഈ വിഷയത്തിൽ. അബൂബക്കറിൻ ഫിൽ ജന്ന, ഉമറുൻ ഫിൽ ജന്ന, ഉസ്മാനു ഫിൽ ജന്ന, അലിയുൻ ഫിൽ ജന്ന, തൽഹത്തു ഫിൽ ജന്ന, വസ്സുബൈറു ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫിൽ ജന്ന, സഅദ് ഇബ്നു അബി വഖാസിൻ ഫിൽ ജന്ന, സഈദ് ഇബ്നു സൈദിൻ ഫിൽ ജന്ന, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹി ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി റഹിമഹുല്ല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ച ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, മൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഖ്ലിഫൻ ലൗ ഇസ്തഖ്ലഫഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഈ സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരെയും നിശ്ചയിക്കാതെയാണ് പോയത്. അഥവാ റസൂൽ ആരെങ്കിലും ഒരാളെ അങ്ങനെ നിശ്ചയിച്ചിരുന്നെങ്കിൽ അത് ആരായിരിക്കുമെന്നാണ് നിങ്ങളുടെ ഒരു സങ്കല്പം, കണക്കുകൂട്ടൽ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അങ്ങനെ റസൂൽ ഒരാളെ നിശ്ചയിച്ചിരുന്നെങ്കിൽ അത് അബൂബക്കർ ആയിരിക്കും റളിയല്ലാഹു അൻഹു. പിന്നെ ആരായിരിക്കും എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിന്നെ ഉമർ ആയിരിക്കും റളിയല്ലാഹു അൻഹു. പിന്നെ ആരായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിന്നെ സാധ്യത അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയോട് മറ്റൊരു സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്, അയ്യു അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അഹബ്ബ ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തങ്ങളുടെ സഹാബാക്കളിൽ ഏറ്റവും ഇഷ്ടം ആരോടായിരുന്നു? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. സുമ്മമൻ, പിന്നെ ആരായിരുന്നു? ഖാല ഉമർ, ഉമറിനോടായിരുന്നു അത് കഴിഞ്ഞാലുള്ള ഇഷ്ടം. സുമ്മമൻ, അതിനുശേഷം ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സുമ്മ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടം അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പരിഗണിച്ച് നമുക്ക് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവും എല്ലാം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പരിഗണിച്ച് കാണാം. എന്ന് മാത്രമല്ല, സഹാബാക്കൾ പോലും ചില സമയങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ബനൂ സായിദയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ചില സഹാബാക്കൾ വന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യാൻ തയ്യാറായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചില സഹാബാക്കൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യാൻ തയ്യാറായി. ആ സമയത്ത് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് ഇങ്ങനെ, ഖാല അതുബായിഉനനി വഫീകും അബൂബക്കറിൻ സിദ്ദീഖ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ ബൈഅത്ത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന ആ സമൂഹത്തിലും സഹാബാക്കളിൽ ചിലർ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ തരത്തിലുള്ള മഹത്വം മനസ്സിലാക്കിയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്ത്, മരണത്തിൻ്റെ ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂ ഉബൈദ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ അബൂ ഉബൈദയെ എനിക്ക് ശേഷമുള്ള ഖലീഫയായി നിശ്ചയിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയായി റബ്ബിൻ്റെ അടുക്കലെത്തുമ്പോൾ അള്ളാഹു എന്നോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ അബൂ ഉബൈദയെ നിനക്ക് പകരമുള്ള ഖലീഫയായി നിശ്ചയിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ലികുല്ലി നബിയ്യിൻ അമീനൻ വ അമീനി അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്. എല്ലാ നബിമാരുടെയും കൂടെ ഒരു അമീൻ, ഒരു വിശ്വസ്തനുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള വിശ്വസ്തൻ അബൂ ഉബൈദയാണ് എന്ന് റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അബൂ ഉബൈദ ജീവിച്ചിരുന്നെങ്കിൽ അബൂ ഉബൈദയെ അമീറാക്കുമായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കാലഘട്ടത്തിൽ തന്നെ ഷാമിലുണ്ടായ പ്ലേഗിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. പിന്നെയും ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ എനിക്ക് ശേഷമുള്ള ഖലീഫയായി പ്രഖ്യാപിക്കുമായിരുന്നു. അള്ളാഹു എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, യുഹ്ശറു യൗമൽ ഖിയാമത്തി ബൈന യദയിൽ ഉലമാഇ നുബദതൻ. ഈ സമൂഹം
ഉലമാക്കളുടെ കീഴിലാണ് അണിനിരത്തപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ആലിമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ അമീറാക്കുമായിരുന്നു എന്നും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു കൂടെ നിന്ന കൂട്ടുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊന്ന് പറയണം. അപ്പോൾ ഓരോരുത്തരായി അവരവരുടെ ആഗ്രഹങ്ങൾ പറയാൻ തുടങ്ങി. ഈ റൂം നിറച്ച് സ്വർണം ഉണ്ടായാൽ കൊള്ളാമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പലരും പല കാര്യവും പറയാൻ തുടങ്ങി. അപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവസാനം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞു: അതമന്ന ലൗ അന്ന ഹാദിഹി ദാർ മംലൂഅതൻ റിജാലൻ മിസ്ല അബി ഉബൈദത്ത് ബിനുൽ ജറാഹ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീട് നിറയെ അബൂബൈദയെ പോലുള്ള നല്ല മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് മഹാനായ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുക്കലേക്ക് പോകുന്ന സംഭവം വളരെ പ്രസിദ്ധമാണ്. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വന്ന സമയത്ത് നേരെ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് ചെല്ലണമെന്നുള്ള ഒരാഗ്രഹം അവിടെയുള്ള ക്രിസ്തീയ പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു സഹാബാക്കളെ കണ്ടുമുട്ടുന്ന ഉടനെ ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: അയിന അഖി, എൻ്റെ സഹോദരൻ എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് ആ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ളത്. അയിന അഖി, എൻ്റെ സഹോദരൻ എവിടെ? അപ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നു, മൻ, ആരെയാണ് നിങ്ങളെ സഹോദരൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഉബൈദയാണ്. അപ്പോൾ ആ നിലയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സഹോദരനായി മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കണ്ടു. ഇങ്ങനെ ആ സംഭവത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു നേരെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു താമസിക്കുന്ന റൂമിലേക്കാണ് പോകുന്നത്. അവിടെ പോയി നോക്കുമ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ റൂമിൽ ആകെയുള്ള സാധനങ്ങൾ ഒരു വാളും ഒരു പരിചയും ഒരു പടയങ്കിയും മാത്രമാണ്. വീട്ടുപകരണങ്ങളൊന്നുമില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് അബൂ ഉബൈദ, വീട്ടാവശ്യങ്ങൾക്കുള്ള ഒരു സാധനവും നിൻ്റെ വീട്ടിലില്ലല്ലോ, നിൻ്റെ റൂമിലില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ലോക ജീവിതത്തിന് ഇത്രയും മതി, ഇതിലേറെ അനാവശ്യമാണ് എന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഷാമിലുള്ള സമയത്താണ് വ്യാപകമായി താഊനുൽ അംവാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലേഗ് വ്യാപിക്കുന്നത്. ഒരുപാട് സഹാബാക്കൾ ആ രോഗത്തിൽ മരണപ്പെട്ടു. പ്ലേഗ് ബാധിക്കുന്ന വിവരമറിഞ്ഞ ഉടനെ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതി, നിങ്ങളെ എനിക്കൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്, എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് മടങ്ങി വരണം. കത്ത് വായിച്ചപ്പോൾ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഈ പ്ലേഗിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉമർ കാണിക്കുന്ന ഒരു സൂത്രമാണിതെന്ന്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു വചനം തന്നെയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കത്തെഴുതി, എൻ്റെ കൂടെ ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്, ഒരു വലിയ സംഘവുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അവരിൽ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഇട്ടിട്ട് ഞാൻ മാത്രം എൻ്റെ ജീവനുമായി മദീനയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ക്ഷണം മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നിരസിച്ച് കത്തെഴുതി. കത്ത് മദീനയിൽ മടങ്ങിയെത്തി. ഉമർ റളിയല്ലാഹു അൻഹു കത്ത് വായിച്ച് കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ കണ്ടു നിന്നവർ ചോദിച്ചു, എന്താ അബൂ ഉബൈദ മരണപ്പെട്ടോ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരിച്ചിട്ടില്ല, മരിക്കാനായിരിക്കുന്നു എന്ന്. അങ്ങനെ ആ പ്ലേഗിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ മരണപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹത്തിന് 58 വയസ്സാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഒരു അംഗീകാരമാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് നൽകിയത്. ആ അംഗീകാരം സഹാബാക്കളുടെ എല്ലാം മനസ്സിൽ ആ മഹാനായ മനുഷ്യനെക്കുറിച്ച് ഉണ്ടായിരുന്നു. ഈ ലോക ജീവിതത്തിൽ തനിക്ക് കിട്ടിയ കാര്യങ്ങൾ, കഴിവുകൾ, വിശ്വസ്തത എല്ലാം ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച്
അദ്ദേഹം ഈ ലോകത്ത് നിന്നും യാത്രയായി. പ്ലേഗിൻ്റെ പിടിയിൽപ്പെട്ട് അദ്ദേഹം ഷഹാദത്ത് വരിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയായി.